രാജ്യത്ത് നാലാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള പരസ്യ പ്രചാരണം നാളെ അവസാനിക്കും. 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശം ഉൾപ്പെടുന്ന 96 മണ്ഡലങ്ങളിൽ 13-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇതിൽ ആന്ധ്രാപ്രദേശിലാണ് ഏറ്റവും അധികം ലോക്സഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നത്. നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായതിനാൽ ദക്ഷിണ ഭാരതത്തിൽ നിർണായക ചുവടുവയ്ക്കാൻ സാധിക്കുമെന്നാണ് BJP ക്യാമ്പുകൾ കണക്കുകൂട്ടുന്നത്. 9 സംസ്ഥാനങ്ങളും ഒരു കേന്ദ്രഭരണ പ്രദേശവും ജമ്മു കശ്മീരിലെ ശ്രീനഗർ മണ്ഡലം ഉൾപ്പെടെ 96 മണ്ഡലങ്ങളാണ് ഞായറാഴ്ച വിധി എഴുതാൻ പോകുന്നത്. ആന്ധ്രാപ്രദേശിലെ 25 മണ്ഡലങ്ങളിലും തെലങ്കാനയിലെ 17 മണ്ഡലങ്ങളിലും ഒറ്റഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പും ആന്ധ്രയിൽ നടക്കും. കൂടാതെ ഉത്തർപ്രദേശിൽ 13-ഉം മഹാരാഷ്ട്രയിൽ 11-ഉം മധ്യപ്രദേശ്, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ 8 മണ്ഡലങ്ങൾ വീതവും ബീഹാറിൽ 5-ഉം ജാർഖണ്ഡ്, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ 4 മണ്ഡലങ്ങളിലുമാണ് നാലാം ഘട്ടമായുള്ള തെരഞ്ഞെടുപ്പ് നടക്കുക. സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ഉത്തർപ്രദേശിലെ കനൌജ് മണ്ഡലത്തിൽ ജനവിധി തേടുന്നു. സഭയിലെ ചോദ്യത്തിന് കോഴ വാങ്ങിയതിന് MP സ്ഥാനം നഷ്ടപ്പെട്ട തൃണമൂൽ കോൺഗ്രസ് നേതാവ് മഹുവ മൊയ്ത്ര ബംഗാളിലെ കൃഷ്ണനഗറിൽ മത്സരിക്കുന്നു. കൂടാതെ കേന്ദ്രമന്ത്രിമാരായ ഗിരിരാജ് സിംഗ്, അർജുൻ മുണ്ട എന്നിവർക്ക് പുറമെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് അധീർ രഞ്ജൻ ചൌധരി, മുൻ ക്രിക്കറ്റ് താരം യൂസഫ് പത്താൻ, ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി YS ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരി YS ശർമിള, മാധവി ലത എന്നിങ്ങനെ നീളുന്നു 13-ന് ജനവിധി തേടുന്ന പ്രമുഖരുടെ പട്ടിക. പരസ്യപ്രചരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ കരുത്ത് കാട്ടുകയാണ് മുന്നണികളെല്ലാം. ജനം, ഡൽഹി.